ഇത് കണ്ടോ, ഒരു മത്തങ്ങ കിടക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ ചെയ്തേക്കുന്നതാണ്. ഒരൊറ്റ കാ ഒഴിഞ്ഞു പോയിട്ടില്ല. 1, 2, ഇവിടെ കിടപ്പുണ്ട് കാ. ഇത് കണ്ടോ, 3 ഒക്കെ കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഇവിടെ കിടക്കുന്നുണ്ടോ. ഒരൊറ്റ കാ പോലും പൊഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് ഇതാണ്. ഇത് കണ്ടോ, ഈ കാണുന്ന സാധനം കണ്ടോ, ആൺപൂ. ഇതിനെ കൊണ്ടുള്ള പ്രയോജനമാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് കണ്ടോ, നമുക്ക് ഈ വലിപ്പം എത്തിക്കഴിഞ്ഞാൽ, മത്തൻ്റെ കായ ഇത് കണ്ടോ, ഈ വലിപ്പം എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പുറന്തോട്ടിന് കനം വെച്ച് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട. ഈച്ച കുത്തും അങ്ങനെ ഒരു കംപ്ലൈൻറ്റും വരികയല്ല. പ്രത്യേകം എന്ന് വെച്ചാൽ ചെറിയ കായ, ഒരു കുഞ്ഞു കായ ആകുന്ന സമയത്ത് തന്നെ പരാഗണം നടത്തണം. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇത് കവർ അല്ലെങ്കിൽ ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ ചപ്പ് ചവറിട്ട് മൂടണം. മൂടിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, മത്തങ്ങ കിടക്കുന്നുണ്ടോ, ഒരു കംപ്ലൈൻറ്റും വരാതെ കിടക്കും. കായ്ച്ച കുത്തരുത്, അതിനാണ് നമ്മളിത് ചെയ്തിട്ട് മൂടിയേക്കുന്നത്. മൂടിക്കഴിഞ്ഞാൽ നമുക്കിത് ഒരു 5 ദിവസം കൂടെ കഴിഞ്ഞ് ഇതൊക്കെ വിളവെടുക്കുക. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുണ്ടോ, മത്തങ്ങ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ കാ പോലും പൊഴിഞ്ഞു പോകാതെ എല്ലാ മത്തനും കിട്ടും. അതിന് ചെയ്യേണ്ട 2 കാര്യമാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകും. തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി ഒരു കൃഷിയാണ് മത്തൻ കൃഷി. നല്ല വിത്ത് നോക്കി തിരഞ്ഞെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. വലിയ രീതിയിലുള്ള പരിചരണം ഒന്നും വേണ്ട. നന മാത്രം കൃത്യമായിട്ട് കൊടുത്താൽ മതി. കേരളത്തിലുള്ള എല്ലാ ജില്ലയിലുള്ള മണ്ണിനും പുളിരസമുണ്ട്. പുളിപ്പൊന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല ഡോളോമേറ്റോ കുമ്മായി വിട്ട് കഴിഞ്ഞാൽ അസിഡിറ്റി മണ്ണിൻ്റെ പൂർണ്ണമായിട്ട് മരം നനച്ചിട്ടാൽ മതി. 5 ദിവസം കൊണ്ട് മണ്ണിന് അസിഡിറ്റി ഇല്ലാതെ വലിയ ആഴത്തിലുള്ള കുഴിയൊന്നും എടുക്കേണ്ട മത്തൻ കൃഷിക്ക്. മത്തൻ കൃഷിക്ക് മേൽത്തട്ടിൽ തന്നെ മത്തൻ കൃഷി ചെയ്യാൻ തടം പൊക്കിയതിന് ശേഷം കോഴിവളമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ജൈവവളം ഏത് വിടാം, ചാണകപ്പൊടിയോ കപ്പലണ്ടി പിണ്ണാക്കോ എന്ത് വേണേലും ഇടാം. തടം മേൽത്തട്ടിൽ തന്നെ ഉരുട്ടിയെടുത്തിട്ട് നനച്ചു മാറ്റി അങ്ങോട്ട് ഇടുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഞാൻ നാംതാരി എന്ന് പറയുന്ന കമ്പനിയുടെ NS9511 അടിപൊളി വിത്താണ്. കൃഷിക്കായിട്ട് എപ്പോഴും ഹൈബ്രിഡ് വിത്ത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. വിളവ് കൂടുതൽ തരാൻ സാധിക്കുന്നത് ഹൈബ്രിഡ് സീഡ്സിനായിരിക്കും. മത്തൻ്റെ വിത്ത് മുളപ്പിക്കുന്നത് വളരെ എളുപ്പമാണ്. നമുക്കൊരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ പൊതിഞ്ഞു വെച്ചാൽ തന്നെ പെട്ടെന്ന് മുളയ്ക്കും. ഇല്ലെങ്കിൽ തടത്തിൽ നേരിട്ട് നമുക്ക് നടാം. തടത്തിൽ നേരിട്ട് വിത്ത് നടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അല്പം വളവും കൂടെ മേൽത്തട്ട് കൊടുത്തിട്ട് വേണം വിത്ത് കുത്താനായിട്ട്. മത്തൻ വിത്തിന്റെ കൂർത്ത ഭാഗം താഴോട്ടാക്കി നടുക. അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ചരിച്ച് നട്ടാൽ മതി, കൃത്യമായിട്ട് വളർന്നോളൂ. വിത്ത് നട്ട് കഴിഞ്ഞ് ഒരു 5 ദിവസം കൊണ്ട് മുള പൊട്ടുകയും ഒരു 9 ദിവസം കൊണ്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്ന സ്റ്റേജിൽ ഒരു 4 ഇല പരുവെത്തുകയും ചെയ്യും. പിന്നീട് മത്തൻ ചെടിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരിക്കും. പെട്ടെന്ന് വളരുവാനായിട്ട് നമുക്ക് കപ്പലണ്ടി പിണ്ണാക്കില്ലേ, കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചതിന് ശേഷം ഒരു 5 ഇരട്ടി വെള്ളമായിട്ട് മിക്സ് ചെയ്ത് അല്പം ചാണകവും കൂടെ ചേർത്തിട്ട് ചോട്ടി കലക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് വളരും. ഇനി വീട്ടിൽ നിങ്ങളുടെ കയ്യിൽ ചാണകമാണുള്ളെങ്കിൽ വെള്ളത്തിൽ കലക്കി തലേദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അല്പം ഒഴിച്ചു കൊടുത്താൽ മതി. ഇരട്ടി വെള്ളം മിക്സ് ചെയ്ത് ചാണകം ചോട്ടിൽ പച്ചച്ചാണകം കലക്കി ഒഴിച്ചു കൊടുത്താലും മതി. എപ്പോഴും വളർച്ചയെത്തിയ ചെടിക്ക് നമ്മൾ ലിക്വിഡായിട്ടുള്ള വളം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ലിക്വിഡായിട്ടുള്ള വളം കൊടുത്തു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് വളം വലിച്ചെടുക്കുകയും നല്ല വളർച്ച കിട്ടുകയും ചെയ്യും. മത്തൻ വർഗ്ഗത്തിൽപ്പെട്ട ചെടി ഏതാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് പൂവിടും. അതായത് ആദ്യത്തെ ഒരു 30 ദിവസത്തിനുള്ളിൽ തന്നെ പൂത്തും. ആദ്യം പൂ കുത്തുന്നത് ഫുള്ള് ആൺപൂക്കളായിരിക്കും. കൂടുതലും ആൺപൂവായിരിക്കും ആദ്യം കുത്തുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ വീഴുന്ന പൂക്കൾ നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാം. മത്തൻ്റെ തോരന് വേണ്ടി തുടക്കത്തിലുള്ള പൂക്കളൊക്കെ എടുക്കുക. കാ വീണ് തുടങ്ങി കഴിഞ്ഞാൽ ആൺപൂവും പെൺപൂവും തിരിച്ചറിയണം ആദ്യം. ഇത് തുടക്കക്കാർക്ക് വേണ്ടി പറയുന്നതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ആൺപൂവും പെൺപൂവും തിരിച്ചറിയാൻ പറ്റും. ചോട്ടിൽ കായില്ലാത്തതാണ് ആൺപൂക്കൾ. അതുപോലെ തന്നെ ചോട്ടിൽ കായുള്ളത് പെൺപൂവാണ്. 2 പൂവും നമ്മൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ ആൺപൂ വീണ് തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് പെൺപൂ വീഴുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പോളിനേഷൻ നടത്തി കൊടുക്കണം. കാരണം നമ്മളൊരു 10 ചെടി 15 ചെടിയൊക്കെ ആയിരിക്കും വീട്ടാവശ്യത്തിന് ചെയ്യുന്നത്. ചെറിയ പ്രാണികളൊക്കെ വഴി നമുക്ക് കൃത്യമായിട്ട് പോളിനേഷൻ നടക്കും. എന്നാൽ ചില സാഹചര്യത്തിൽ പോളിനേഷൻ നടക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാ വിരിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. രാവിലെ ഉള്ള സമയത്ത് തന്നെ ചെയ്യണം. ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ പൂ വിരിഞ്ഞു തുടങ്ങും. ഈ സമയത്ത് പോളിനേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത്. ചുവട്ടിൽ ഇതുപോലെ കായുള്ള പെൺപൂവിലേക്ക് നമ്മൾ രാവിലെ ഈ പറഞ്ഞ പോലെ 8 മണി 9 മണിയൊക്കെ സമയമാകുമ്പോഴത്തേക്കും ഈ രീതിയിലൊന്ന് പോളിനേഷൻ നടത്തി കൊടുക്കണം. നടത്തി കൊടുത്തിട്ട് അപ്പം തന്നെ ചപ്പിട്ട് മൂടണം, ഈച്ച കുത്താതിരിക്കാൻ. ഈ രീതിയിലാണ് നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരാം. നിങ്ങൾക്ക് 10 മത്തൻ വീണിട്ടുണ്ടെങ്കിൽ 10 മത്തങ്ങായി നിങ്ങൾക്ക് കായായിട്ട് കിട്ടും. നമ്മളിത് ചപ്പിട്ട് മൂടിക്കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധ കൊടുക്കണം. തോടിന് കട്ടി വെക്കുന്ന സമയം വരെ ഈച്ച കുത്താത്ത രീതിയിലായിരിക്കണം ചപ്പിട്ട് മൂടേണ്ടത്. ചൂടടിക്കുന്ന ചപ്പ് ഒരിക്കലും ഇടല്. പുല്ലൊക്കെ ഉണക്ക പുല്ലൊക്കെ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത്. ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 55-നും 60-നും ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായ രീതിയിൽ വീട്ടിലും മത്തങ്ങ വിളവെടുക്കുവാൻ സാധിക്കും. ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ. ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്